ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. ഈ വീഡിയോയും ഒരു ഓഫർ റിലേറ്റഡ് വീഡിയോ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ള ആ ഒരു കിറ്റിലുള്ള ഐറ്റംസാണ് ഇതിലും കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഓഫർ വ്യത്യാസമുണ്ട്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച 300 രൂപയുടെ കിറ്റിലുള്ള അതേ ഐറ്റംസ് തന്നെയാണ് ഇതിലുള്ളത്. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ നമ്മൾ കിറ്റുകൾ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ കിറ്റുകൾ നമുക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ 5 ഹെയർ ബാൻഡ് അല്ലെങ്കിൽ 5 സെറ്റ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കിറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ 5 ഡിഫറെൻറ്റ് ടൈപ്പുള്ള കോമ്പോസാണ് നമുക്ക് ഇതിനകത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പം നമുക്കതിൽ കാണിച്ചിട്ടുള്ള 5 മോഡൽസ് ഇഷ്ടമാവണമെന്നില്ല. ചിലപ്പോൾ 3 ഇഷ്ടമാവാം, ചിലപ്പോൾ 2 ഇഷ്ടമാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹെയർ ബാൻഡ് ഇഷ്ടമാവാം, ബ്രേസ്ലെറ്റ് ഇഷ്ടമാവാം, ചിലപ്പോൾ കമ്മൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മാല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ആ കിറ്റായിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇനി അത്തരത്തിലുള്ള ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു കിറ്റിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു ഓഫർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരോ ഐറ്റംസിനും ഓരോ റേറ്റ് പറയുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 3 മാല 2 ഹെയർ ബാൻഡുമാണ് വേണ്ടത്, നിങ്ങൾക്ക് മാച്ചിങ്ങോ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ പാറ്റേൺ ആണ് എന്ന് നിങ്ങൾ പറയുവാണ്, ഞങ്ങൾക്ക് അത് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാത്രം നിങ്ങൾക്ക് അയച്ചു തരും. കംപ്ലീറ്റ് കിറ്റായിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ തംബ്നെയിൽ നമ്മൾ കൊടുക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിലിൽ കണ്ടിട്ട് എന്താണ് അതിൻ്റെ റേറ്റും കൂടെ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൽ പറയുന്നത് നമ്മുടെ ഇതുപോലുള്ള ക്രിസ്റ്റൽ ബീഡ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ക്രിസ്റ്റൽ ബീഡും വൈറ്റ് പേൾസും പിന്നെ നമ്മൾ ഗ്ലാസ് ബട്ടർഫ്ലൈസും വെച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു മാലയാണ്. അപ്പോൾ ഇതിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും, അതായത് ഇതിൻ്റെ ലോബ്സ്റ്റർ ലോക്ക് കൊളുത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൊളുത്ത്, സൈഡ് റിങ്, അതുപോലെ ഗിയർ വയറിലാണ് നമ്മൾ ഈ മാലകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ലാസ്റ്റിക്കിൻ്റെ ത്രെഡോ മറ്റ് ടങ്കീസ് എന്ന് പറയുന്ന ആ ഒരു നൂലുണ്ടല്ലോ, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാല പൊട്ടിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ വലിയ ആളുകൾ സൂക്ഷിക്കുന്ന പോലെ കുഞ്ഞുമക്കൾ മാലയോ വളയോ ബ്രേസ്ലെറ്റോ ഒന്നും സൂക്ഷിക്കണം എന്നില്ല. അവർ ഭയങ്കര കെയർലെസ് ആയിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇലാസ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വലിച്ച് കളിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം ഗിയർ വയർ ആകുമ്പോൾ അങ്ങനെ പൊട്ടിപ്പോവും എന്നുള്ളൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗിയർ വയറാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ലോബ്സ്റ്റർ ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ലോബ്സ്റ്റർ ലോക്ക് വേണ്ട, പകരം നമ്മൾ മറ്റേ പിരിക്കുന്ന പോലുള്ള ആ ഒരു ലോക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് അത് ഇഷ്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു മാല എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഗിയർ വയറും ബാക്കിയുള്ള എല്ലാ ഐറ്റംസും, അതിലുള്ള ഗിയർ ലോക്ക്, ലോബ്സ്റ്റർ ലോക്ക്, അതിൻ്റെ സൈഡ് റിങ്, പിന്നെ ഈ പറയുന്ന അത്രയും ബീഡ്സ് എല്ലാം കൂടെ വരുന്ന ഒരു പാക്ക് എന്ന് പറയുന്നത് 20 രൂപയാണ്. ഓക്കെ, ജസ്റ്റ് 20 രൂപ മാത്രമാണ് ഈ ഒരു മാല ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത മോഡൽ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെയാണ്. ഇതിൽ നമ്മൾ ഗിയർ ലോക്കും ഗിയർ വയറും പിന്നെ ലോബ്സ്റ്റർ ലോക്ക്, അതുപോലെ സൈഡ് റിങ്, പിന്നെ ഇതിലുള്ള ബീഡ്സ് എല്ലാം, ഇത്ര ഐറ്റംസ് എല്ലാം കൂടെ വരുന്നത് 20 രൂപ തന്നെയാണ്. അതുപോലെ അടുത്ത ബീഡ്സും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ശംഖ് ടൈപ്പ് ബീഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു മോഡൽ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്തിട്ട് ബട്ടർഫ്ലൈയോ സ്റ്റാറോ ഹാർട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രൗണിൻ്റെ ഷേപ്പുള്ള ബീഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഡിസൈൻസ് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് മാറ്റാവുന്നതാണ്. ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും, ഗിയർ വയറും ലോക്കും. അപ്പം ലോക്കിൻ്റെ കാര്യം പറഞ്ഞത് മറക്കണ്ട. മറ്റേ പിരിക്കുന്ന പോലുള്ള കൊളുത്ത് പറഞ്ഞില്ലേ, അങ്ങനത്തെ കൊളുത്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്ത മോഡൽ എന്ന് പറയുന്നത് ഇതുപോലുള്ള പേസ്റ്റൽ ബോൾസ്, അതായത് റോസ് ഡിസൈനുള്ള ബോൾസിൻ്റെ മാലയാണ്. അതുപോലെ ഇതുപോലുള്ള ടിയാര ഫ്ലവേഴ്സ് ഉള്ള മാലയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, ഇതുപോലുള്ള കൊളുത്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ടിയാര ഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ഒരു 5 or 6 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏതാണോ കളർ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കളേഴ്സ് പ്രിഫർ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഇങ്ങനത്തെ റോസ് ഡിസൈനുള്ള ബോൾ ബീഡ്സ് ആണ് അടുത്തത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വരും കേട്ടോ. ഞാനിത് ഇനി ഓരോന്നോരോന്ന് പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വീണ്ടും പറയാത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ബോൾ ടൈപ്പ് ബീഡ്സും അതുപോലെ വൈറ്റ് പേൾസും അതുപോലെ ലോക്കും
ഗിയർ വയറുമാണ് നമ്മൾ കിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ 5 ഡിസൈനുള്ള മാല കാണിച്ചതും 5 മാലയ്ക്കും പാക്കിംഗ് റേറ്റ്, അതായത് ഓരോ മാലേൻ്റെയും റേറ്റ് എന്ന് പറയുന്നത് 20 രൂപയാണ് നമ്മൾ കൂട്ടുന്നത്. പിന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഗിയർ വയറാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവോ നശിച്ചു പോവോ അങ്ങനത്തെ ഉള്ളൊരു ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ബാൻഡ്സ് ആണ്. അപ്പോൾ നമ്മൾ 5 ടൈപ്പുള്ള ഹെയർ ബാൻഡ്സ് ആണ് കാണിച്ചത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഹെയർ ബാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ ഗ്ലാസ് ബട്ടർഫ്ലൈസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡ് തന്നെയാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഈ ഹെയർ ബാൻഡിൻ്റെ ഒരു പാക്ക് എന്ന് പറയുന്നത് ഹെയർ ബാൻഡും അതുപോലെ 2 എൻഡ് ബീഡ്സും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള അത്രയും, അതായത് 6 ഗ്ലാസ് ബട്ടർഫ്ലൈസും ക്രിസ്റ്റൽ ബീഡ്സ്, അതും ഒരു 4-5 കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു 6mm വൈറ്റ് പേൾസ്, ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ പാക്കിൽ ഉണ്ടാവുക. ഹെയർ ബാൻഡിൻ്റെ ആ ഒരു പാക്കിൻ്റെ റേറ്റും 20 രൂപ തന്നെയാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു മാലയും ഒരു ഹെയർ ബാൻഡും കോംബോ ചെയ്ത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആകെ 40 രൂപ മാത്രമേ എമൗണ്ട് ആവുള്ളൂ. ആ 40 രൂപ എമൗണ്ടിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്നതിന് ഓൾറെഡി പറഞ്ഞു 60 രൂപയാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ സെയിലിനുള്ളൊരു മിനിമം എമൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ മാലയുടെ ഒരു 40 രൂപ കൂടി കൂട്ടുകയാണെന്ന് വിചാരിക്കുക. അതെല്ലാം ഞാൻ ഒരു എക്സാക്റ്റ് എമൗണ്ട് അല്ല കേട്ടോ പറയുന്നത്, ഒരു ആവറേജ് എമൗണ്ടാണ് പറയുന്നത്. അപ്പോൾ 40 രൂപ കൂട്ടിയാൽ 100 രൂപ കിട്ടും. അപ്പോൾ ആ 100 രൂപ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആകെ ചിലവ് വരുന്നത് 40 രൂപ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കുറേ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഷെയറബിൾ ആവും. അപ്പോൾ നമുക്ക് എത്ര രൂപ, പകുതിയോളം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന റേറ്റിലാണ് നമ്മൾ ഈ ഒരു കിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഐറ്റംസ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ 200%ഓളമാണ് നമ്മുടെ ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ 10 രൂപ മുടക്കിയാൽ നമുക്ക് 20 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മുടക്കിയ 10 കിട്ടും, എക്സ്ട്രാ ഒരു 10 കിട്ടും. ആ ഒരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ സെയിൽ ശരിക്കും പോകുന്നത്. ഇത് നമ്മുടെ അടുത്ത മോഡൽ എന്ന് പറയുന്നത് ഇതുപോലുള്ളൊരു ഹെയർ ബാൻഡാണ്. ഇതിൻ്റെ ഹെയർ ബാൻഡിൽ ഇതുപോലുള്ള ഗ്ലാസ് ടൈപ്പുള്ള വലിയ ബീഡ്സ് വരുന്നുണ്ട്. അതുപോലെ സിൽവർ ബോൾസും വൈറ്റ് ബോൾസും വരുന്നുണ്ട്. എൻഡ് ബീഡ്സും ഈ ഒരു ഹെയർ ബാൻഡ് കൂടി ആയിരിക്കും ഉണ്ടാവുന്നത്. അതിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത് 20 രൂപയാണ്. അടുത്തത് നമ്മൾ കാണിച്ചത് പേസ്റ്റൽ ബീഡ്സ്, ഇതുപോലുള്ള ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റണമെങ്കിൽ മാറ്റാം. അതുപോലെ വൈറ്റ് ബോൾസ്, അതിനിടയിൽ വെച്ചിട്ടുള്ള സിൽവർ ബോൾസ്, എൻഡ് ബീഡ്സ്, അതുപോലെ ഹെയർ ബാൻഡ്. ഇനി ഈ ഒരു മോഡലിലാണെങ്കിൽ ഹെയർ ബാൻഡ്, എൻഡ് ബീഡ്സ്, ടിയാര ഫ്ലവേഴ്സ്, അതുപോലെ വൈറ്റ് പേൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മാത്രമായിട്ടായിരിക്കും ഒരു കിറ്റ് വരുന്നുണ്ടാവുക. അതുപോലെ ഇത് ഈ ഒരു പേസ്റ്റൽ ബീഡ്സ്, അതായത് ഇത്രയും എണ്ണകളായിരിക്കും ഉണ്ടാവുക, ഇത്രയും പേസ്റ്റൽ ബീഡ്സും അതുപോലെ വൈറ്റ് പേൾസ്, 2 എൻഡ് ബീഡ്, അതുപോലെ ഹെയർ ബാൻഡ്, ഇത്ര ഐറ്റംസ് ആയിരിക്കും ഒരു കിറ്റ് എന്ന് പറയുന്നത്. ആ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് 20 രൂപയാണ്. അപ്പോൾ 5 മാല നമ്മൾ കാണിച്ചു, 5 മാലയുടെ സെറ്റിനും 20 രൂപ വീതമാണ്. അതുപോലെ 5 ഹെയർ ബാൻഡ്സ് കാണിച്ചു, ആ 5 ഹെയർ ബാൻഡ്സിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത് ഓരോന്നിനും 20 രൂപയാണ് മോഡലിന് വരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രേസ്ലെറ്റും അതുപോലെ കമ്മലുമാണ്. ഇപ്പോൾ ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ചെറിയ സൈസാണ്. പക്ഷേ നമ്മൾ മെറ്റീരിയൽസ് വെക്കുന്നുണ്ടാവുന്നത് എൻ്റെ ഈ കൈ കാണുന്നില്ലേ, ഈ ഒരു സൈസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ബ്രേസ്ലെറ്റിനുള്ളത് ഇലാസ്റ്റിക് ത്രെഡാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു സൈസായിരിക്കും നമ്മൾ ത്രെഡ് വയ്ക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റിന് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ത്രെഡ്, അതുപോലെ ഗ്ലാസ് ടൈപ്പുള്ള ബട്ടർഫ്ലൈ ബീഡ്, അതുപോലെ ക്രിസ്റ്റൽ ബീഡ്, പിന്നെ വൈറ്റ് പേൾ, പിന്നെ നമ്മൾ ഈ ഒരു ഇയറിങ്ങും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ സെറ്റായിട്ടാണ് ചെയ്യുന്നത്. ഇയറിങ്ങിൻ്റെ ഹുക്ക് 2 എണ്ണം, അതുപോലെ തന്നെ കമ്മലിൻ്റെ ആ ഒരു ഹാങ്ങിങ് സെറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഹെഡ് പിൻ വെച്ചിട്ടാണ്. അപ്പോൾ 2 ഹെഡ് പിന്നും കൂടെ ഉണ്ടാവും. ആ ഒരു മൊത്തത്തിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 22 രൂപയാണ്. അതായത് ഒരു ബ്രേസ്ലെറ്റും ഒരു പെയർ കമ്മലും നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആകെ വരുന്നത് 22 രൂപയാണ്. നമുക്കൊരു കമ്മലിന് മിനിമം നമുക്കൊരു 20 to 30-35 രൂപയൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കമ്മലിൻ്റെ റേറ്റിൽ ബ്രേസ്ലെറ്റിൻ്റെ മെറ്റീരിയൽസും കമ്മലിൻ്റെ മെറ്റീരിയൽസും കൂടിയാണ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ബ്രേസ്ലെറ്റിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ കമ്മലിൻ്റെയും കോംബോ എന്ന് പറയുന്നതിൻ്റെ കോംബോൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് വെറും 22 രൂപയ്ക്കാണ് നമുക്കൊക്കെ തരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു റോസ് ബോളിൻ്റെ കമ്മലുണ്ടല്ലോ, ആ കമ്മലിനൊന്നും 20 രൂപയ്ക്കൊന്നും നിങ്ങൾ സെയിൽ ചെയ്യരുത്. ഒരിടത്തുനിന്നും നമുക്ക് ആ ഒരു റേഞ്ചിലൊന്നും അത് വാങ്ങിക്കാൻ കിട്ടില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു 30-35 രൂപയ്ക്കെങ്കിലും സെയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു കോസ്റ്റ് കണക്ക് കൂട്ടിയാൽ മനസ്സിലാവും. അതായത് മാല ഏതെങ്കിലും ഒരു കോംബോ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക,
ഒരു കോമ്പോന് മാലയ്ക്ക് 20, ഹെയർ ബാൻഡിന് 20, അതുപോലെ ബ്രേസ്ലെറ്റിനും കമ്മലിനും കൂടെ 22. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 62 രൂപയാവുന്നുണ്ട്. അങ്ങനെയുള്ള 5 കോംബോ മാത്രം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 310 രൂപയാണ്. അതായത് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നമുക്ക് വരുന്നത് 310 രൂപ. ഇതിന് പുറമെയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക, നമ്മൾ 300 രൂപയ്ക്ക് ഇതെല്ലാ സാധനങ്ങളും കൂടെ തരുന്നെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ 1K ഫാമിലി ആകുമ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്. ആ ഒരു സർപ്രൈസാണ് ആക്ച്വലി ഞാനിതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു കിറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഷിപ്പിംഗ് ചാർജ് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യം ആലോചിച്ചത് ഒരു ഗിവ് അവേ ചെയ്യാമെന്നാണ്. ഗിവ് അവേ ചെയ്യുമ്പോൾ 1-2 പേർക്ക് മാത്രമേ ഫ്രീ കിറ്റൊക്കെ അവൈലബിൾ ആക്കാനായിട്ട് പറ്റുള്ളൂ. ഗിവ് അവേ ചെയ്യുമ്പോൾ 1-2 പേർ, ചിലപ്പോൾ 3 പേർക്ക് ഫ്രീ കിറ്റ് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ 1000 പേരുള്ള ഒരു ഫാമിലിയിൽ 1000 പേർ ആയതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അത് 1-2 പേർക്ക് മാത്രം കൊടുക്കുന്നതിനോട് എനിക്കൊരു താല്പര്യക്കുറവുണ്ട്. അപ്പോൾ അതിന് പകരം ഞാൻ ആലോചിച്ചത് 50 രൂപ വെച്ച് 10 പേർക്ക് കൊടുക്കുമ്പോൾ 10 പേർക്ക് കൊടുക്കുമ്പോൾ അതൊരു ഹെൽപ്പാണ്. അല്ലെങ്കിൽ ഒരു 100 പേർക്ക് കൊടുക്കുമ്പോൾ, ഞാൻ ഈ ഒരു കിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 100ഓളം പേർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ ഒരു 30 പേര് കൂടുതൽ സെയിലായിട്ടുണ്ട്. സെയിലെന്ന് മീൻസ് ഡിസ്പാച്ച് ചെയ്തിട്ടില്ല, ഓർഡർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ മുതലാണ് അതിന് ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു കുറച്ചും കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ ഇത്രയും പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഫ്രീ ഷിപ്പിംഗ് ആണെന്ന് പറയുമെങ്കിലും ഷിപ്പിംഗ് ചാർജ് കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ സാധാരണ കിറ്റിൻ്റെ എമൗണ്ട്സ് പറയാറ്, അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പറയാറുള്ളത്. പക്ഷേ ഇതിൻ്റെ റേറ്റ് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനൊന്നും നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഒന്നും തന്നെ കൂട്ടിയിട്ടില്ല. അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ വേണമെന്നുള്ളവർ ചാൻസ് മിസ് ചെയ്യാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ കിറ്റായിട്ട് തന്നെ വാങ്ങിക്കണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണോ, ഇഷ്ടപ്പെട്ട ഐറ്റംസ് മാത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടും വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ടൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു 5 എണ്ണം അല്ലെങ്കിൽ ഒരു 6 മോഡൽ എടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പം ഹെയർ ബാൻഡും ഇതും കൂട്ടി നിങ്ങളൊരു 6 എണ്ണം എടുത്തു, ആകെ 120 രൂപ ആവുള്ളൂ. ഷിപ്പിംഗ് ചാർജും കൂടെ കൂട്ടിയാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് എന്തായാലും ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭമാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണോ യൂട്ടിലൈസ് ചെയ്യാൻ താല്പര്യമുള്ളത് അതുപോലെ ചെയ്യുക. ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുള്ളവർക്ക് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.